നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഏട്ടത്തി ദർശനെ രൂപേഷും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലേക്കോ? എന്തു പറ്റി? ദർശനയ്ക്ക് വയറുവേദന. ഇവിടുന്ന് നിലവിളിച്ചോണ്ടാ പോയത്. ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. നീ എന്താ അത് ചോദിക്കാഞ്ഞത്? അതിനുമുമ്പ് രണ്ടും കൂടി വെപ്രാളത്തോടെ കാറി കയറി പോയില്ലേ? ഹലോ 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 ഏട്ടത്തി, കട്ടായി പോയല്ലോ. കുറച്ചുകൂടെ എന്തെങ്കിലും പറയായിരുന്നു. ഈശ്വര, ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചാൽ ദർശന എല്ലാ വിവരവും അറിയും. ഈ സമയത്ത് അവൾ അതറിഞ്ഞാൽ ആകെ കുഴപ്പമാകും. പരീക്ഷ നന്നായിട്ട് എഴുതാൻ പോലും പിന്നെ അവൾക്ക് സാധിക്കില്ല. മോനും എടുക്കുന്നില്ലല്ലോ. ഇതിനു മുമ്പ് ദർശനയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 1-2 തവണ വേദന വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ദർശനയ്ക്ക് മുമ്പ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വീണതുകൊണ്ട് വയറിന് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടോ? വയറ്റിനുള്ളിൽ വേദനയോ ബ്ലീഡിങ്ങോ മറ്റോ അങ്ങനെ എന്തെങ്കിലും? എന്തായാലും ദർശനയുടെ വയറ്റിൽ ഒരു വലിയ ക്ഷതമേറ്റിട്ടുണ്ട്. എന്താ ദർശന, കാര്യം പറയൂ. ഡോക്ടർ, ഞാൻ കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്പോർട്സിലും ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ അടുത്തായി ഒരു സംഭവം ഉണ്ടായി. അന്നത്തെ ആ ഫൈറ്റിൽ എന്റെ വയറ്റിൽ ശക്തമായി ഒരു ചവിട്ടേറ്റു. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറുകയും ചെയ്തു. ഇറ്റ്സ് വെരി സീരിയസ് ദർശന. ആ ഗുണ്ടയുടെ ചവിട്ട് നിങ്ങളുടെ വയറിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഇക്കാര്യം നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് ഇക്കാര്യം അറിയണ്ടേ? ഡോക്ടർ, തൽക്കാലം ഇത് അദ്ദേഹത്തോട് പറയണ്ട. സി ദർശന, ഭാര്യയും ഭർത്താവും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്. സിസ്റ്റർ, പുറത്തിരിക്കുന്ന ദർശനയുടെ ഹസ്ബൻഡിനോട് വരാൻ പറയൂ. ഡോക്ടർ, പ്ലീസ് അദ്ദേഹത്തെ വിളിക്കരുത്. ഇപ്പോ അദ്ദേഹത്തിനോട് ഒന്നും പറയരുത്. രൂപേഷ് ചേട്ടന് അത് താങ്ങാൻ കഴിയില്ല. പിന്നീട് സമാധാനമായി ഞാൻ തന്നെ പറഞ്ഞോളാം. തൽക്കാലം അദ്ദേഹത്തിനോട് വരണ്ടെന്ന് പറഞ്ഞേക്കൂ. താങ്ക് യു ഡോക്ടർ. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് ടെസ്റ്റുകൾ കൂടി നടത്താനുണ്ട്. അയാൾ ചവിട്ടിയതിന്റെ പ്രോബ്ലം മാത്രമാണെങ്കിൽ അത് ഇത്രനാൾ നീണ്ടു നിൽക്കില്ല. വേദന മാറാനുള്ള മെഡിസിൻ ഞാനിപ്പോ തരാം. പെയിനിപ്പോ എങ്ങനെയുണ്ട്? ചെറുതായിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ ഇവിടെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. സിസ്റ്റർ ഒന്ന് വരൂ. ഇത് ഒബ്സർവേഷനിലെ ഡോക്ടർ സെലീനയെ കാണിക്കണം. ഞാൻ വിളിച്ചോളാം. ശരി ഡോക്ടർ. ഓക്കെ. പെയിൻ മാറാനുള്ള ആന്റിബയോട്ടിക് ആണ്. ഈ മെഡിസിൻ എടുത്താൽ ചിലപ്പോൾ കുറച്ചു നേരം മയക്കം ഉണ്ടാവും. ക്ഷീണം മാറിയിട്ട് വീട്ടിൽ പോയാൽ മതി. ശരി ഡോക്ടർ. എന്നാ ചെന്നോളൂ. ഞാൻ ഡോക്ടർ സെലീനയെ വിളിച്ചു പറയാം. ഓക്കെ. ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ചു നേരം ഇവിടെ കിടക്കണം. ഒരു ആന്റിബയോട്ടിക് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞേ പോവാൻ പറ്റും. വരൂ. എന്താ ദർശന, ഡോക്ടർ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആദ്യം മെഡിസിൻ എടുക്കാം. വാ.
ഇവിടെ ആര് ചോദിച്ചാലും നിന്റെ പേര് മയൂരിന്ന് മാത്രം പറഞ്ഞാ മതി. മനസ്സിലായോ? മനസ്സിലായി. ആ, നീ എന്നെ ഏതെങ്കിലും ഒരു മുറി കൊണ്ടൊന്ന് അടയ്ക്ക്. എനിക്കൊന്ന് കുളിക്കണം. അതിനകത്ത് കിടന്ന് ആകെ വേർത്ത് നാറി നാശമായിട്ട് ഇരിക്കുക. വാ. വാ. ഇതാരാ? ഇതാ ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി. കുട്ടിയുടെ പേരെന്താ? മയൂരി. അതെ, മയൂരി കേസ്. അങ്ങനെ അവളുടെ പേര്. അതെന്താ ഈ കേസ്? അച്ഛന്റെ പേരാണോ? അല്ല, ഇവളുടെ അമ്മയുടെ പേര് സീതാലക്ഷ്മി എന്നാ. അപ്പൊ ഈ കെ എന്താ? കേശവൻ നായർ. ഇവളുടെ അമ്മയുടെ അച്ഛന്റെ പേരാ. അതുകൊണ്ടാ മയൂരി കേസ് എന്ന് പേരിട്ടത്. അത് ശരി. ആ അതെ, അന്ന് കാറിലുണ്ടായിരുന്ന കുട്ടി തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. എന്നിട്ട് നിനക്കതിന്റെ ക്ഷീണമൊന്നും കാണാനില്ലല്ലോ, മുഖത്ത് പാടുകളും കാണാനില്ല. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് എന്നെ ഒരുപാട് ഉപദ്രവിക്കാനൊന്നും പറ്റിയില്ല. സത്യത്തില് ഇവളാണ് എന്നെ രക്ഷിച്ചത്. ശരിക്കും നിങ്ങളുടെ കോളേജിൽ എന്തായിരുന്നു പ്രശ്നം? അത് പിന്നെ ഈ റാഗിങ്. അതിന് നിങ്ങൾ ആരാ റാഗ് ചെയ്തത്? അയ്യോ ആന്റി, ഞങ്ങളാരും റാഗ് ചെയ്തില്ല. പക്ഷേ കോളേജിൽ റാഗിങ് നടന്നപ്പോ ഞങ്ങൾ അതിനിടയിൽ പെട്ടുപോയി. ഒടുവിൽ ഏതോ കുട്ടികളെ ഞങ്ങൾ അതിലുണ്ടെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന് പരാതി കൊടുത്തു. പോലീസിൽ കേസുമായി. അപ്പോ ഈ ഗുണ്ടകളും പോലീസും നടക്കുന്നതേ ഇവളെ തേടിയാ. കുറച്ച് ദിവസത്തേക്ക് ഇവളെ എന്റെ കൂടെ താമസിക്കാനാ വന്ന. ആന്റിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. താങ്ക് യു ആന്റി. അങ്ങനെ താങ്ക് യു പറഞ്ഞ് പോവാൻ വരട്ടെ. ഏട്ടത്തി, ഇത് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? ഇവര് പറയുന്ന കഥകളൊന്നും ശരിയായിരിക്കില്ല. കോളേജിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇവരുടെ പ്രിൻസിപ്പാളിനൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മതി കൂട്ടുകാരി ഇവിടെ താമസിപ്പിക്കുന്നത്. എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? വന്നിരിക്കുന്നത് വീണയുടെ കൂട്ടുകാരിയാ, നമ്മുടെ അതിഥിയായി കുട്ടി. ബാക്കി പ്രശ്നങ്ങളൊക്കെ വരുന്ന വഴിക്ക് വെച്ച് കാണാം. താങ്ക് യു ആന്റി. സത്യത്തില് ഇവള് കാരണാ ഞാൻ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ആദ്യം അവര് കൊല്ലുന്നതേ എന്നെ ആയിരുന്നേനെ. ഓരോരോ ഏടാകുടത്ത് ചെന്ന് കേറിയിട്ട് ഇപ്പൊ കിടന്ന് പേടിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. നീ പോയി ഈ കുട്ടിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. എടുത്തി താമസിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വീണേ, ഈ കുട്ടിയെ കൊണ്ട് റൂമിലേക്ക് ചെല്ലേ. വാ മയൂരി, വാ. ഏട്ടത്തി, ഞാൻ പറയുന്നത്. നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. പോ. അങ്ങനെ ദർശൻ IPS ആകാൻ പോകുന്നു. മെയിൻ എക്സാം എന്ന ഈ കടമ്പ കൂടി കഴിഞ്ഞ അവള് ജയിച്ചു. ഇത് നമ്മുടെ തോൽവിയാ. ഇനി ഒരിക്കലും അവളെ ജയിക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ച് സമയം കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാൻ? കാക്കിക്കുപ്പായം അവളുടെ ദേഹത്ത് കേറിയ പിന്നെ അവള് പഴയ ദർശനയല്ല, ഒരുപാട് അധികാരങ്ങളുള്ളവളാ. വേണ്ടി വന്ന നമ്മളെയൊക്കെ എടുത്ത് അവള് ലോക്കപ്പിലിടും.
ഇതൊന്നും സംഭവിച്ചില്ലല്ലോ, നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് എന്തെല്ലാം സംഭവിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അത് നമ്മുടെ കാര്യത്തിൽ മാത്ര. പക്ഷേ അവള് വിചാരിക്കുന്നത് പോലെ മാത്ര അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. അവൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നു. അവളെ തോൽപ്പിക്കാൻ നടക്കുന്ന നമ്മളോ ഓരോ തവണയും അവൾക്ക് മുന്നിൽ തോൽക്കുന്നു. അവളും അവളുടെ അനുജത്തിയും നമ്മുടെ കൺമുന്നിൽ ഈ വീടിന്റെ അധികാരികളായി ജീവിക്കുന്നു. ഇത് സഹിച്ച് ഞാൻ മടുത്തു. ദർശനേക്കാൾ സൂക്ഷിക്കേണ്ടത് മറ്റൊരാളെ. ആരെ?